നമസ്കാരം. 46 വയസ്സ് പ്രായമുള്ള സൂരജിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. നിശ്ചലമായ നോട്ടം, അനങ്ങാൻ പറ്റില്ല, ആരെയും തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനൊരു വല്ലാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ 10,000-ങ്ങളിൽ ഒരാൾക്ക് പോലും പിടിപെടാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു. തലച്ചോറ് ദ്രവിച്ചു പോകുന്ന ഒരു അസുഖം. കുറേ അധികം നാൾ അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. വിദേശത്ത് നിന്ന് കുടുംബത്തെയൊക്കെ നന്നായി നോക്കി ഒരുപാട് സ്വപ്നം ജീവിതത്തെക്കുറിച്ച് കണ്ടൊരു മനുഷ്യനാണ്. പക്ഷേ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഇദ്ദേഹം ഈ മാരക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. സൂരജിൻ്റെ ഭാര്യയാണത്, സിജി. 2 മക്കളുണ്ട്. മോൻ ആരോമൽ, മകൾ ട്യൂഷന് പോയിരിക്കുകയാണല്ലേ. ഇവർ നേരിടുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. 2 കുട്ടികളുണ്ട്, നന്നായി പഠിക്കും. ഈ കുടുംബത്തിന് അത്താണിയായിരുന്ന സിജിയുടെ അച്ഛൻ എത്ര നാളിന് മുന്നാണ് അപകടം സംഭവിച്ചത്? ഒരു മാസത്തിന് മുന്നേ ജോലിക്കിടയിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് സിജിയാണ്. ഈ കുടുംബത്തിന് വേറെ യാതൊരു വിധമായ വരുമാനങ്ങളുമില്ല. മക്കളുടെ പഠനം പോലും മറ്റുള്ളവർ സഹായിച്ചാൽ മുന്നോട്ട് പോകും എന്നൊരവസ്ഥയാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി ആഹാരമെങ്കിലും കഴിക്കണ്ടേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഫോട്ടോയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ജീവിതത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്ന് നിവൃത്തിയില്ലാതെ പകച്ചു നിൽക്കുകയാണ് സിജി. ഇദ്ദേഹം ഗൾഫിലായിരുന്നു നിരവധി കാലം, അല്ലേ? എത്ര വർഷമായി ഇങ്ങനെ അസുഖം ബാധിച്ചു? 5 വർഷമായി ഇപ്പൊ ഈ അസുഖം വന്നിട്ട്. അതിന് മുന്നേ നല്ല ആരോഗ്യവാനായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ജോലി ചെയ്തോണ്ടിരുന്നപ്പോ മറതി വന്നാണ് ഇങ്ങനെ കമ്പനിയിൽ നിന്ന് പറഞ്ഞ് ലീവിന് വരുമ്പോഴത്തേക്കും ബോഡി ചെക്കപ്പ് ചെയ്ത് വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ മിനി ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും MRI എടുത്തപ്പോഴത്തേക്കാണ് തലച്ചോറ് രോഗമെന്ന് പറഞ്ഞത്. പിന്നെ ചിത്രയെ കാണിച്ച് ഒരുപാട് ആശുപത്രികളിൽ കാണിച്ചല്ലേ. ആനന്ദപുരിയിലെ മാർത്താണ്ഡൻ എന്ന് പറയുന്ന ഡോക്ടറെ കാണിച്ച്, പിന്നെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ അങ്ങനെ എല്ലായിടും കൊണ്ടുപോയി. അവിടെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ട ഒരു ചെറിയ പെൺകുട്ടിയാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. ഈ കുട്ടിയുടെ ഒരു സ്നേഹം അദ്ദേഹത്തോടല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അനങ്ങാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യനെ നന്നായി നോക്കുകയാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് പഠിക്കണം, ഇവർക്ക് ആഹാരം കഴിക്കണം, ജീവിതം മുന്നോട്ട് പോകണം. എല്ലാവരും കൂടി ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇവരുടെ ഉറക്കമില്ലാത്ത രാത്രികൾ ഒരല്പം പ്രതീക്ഷ നൽകുന്ന രീതിയിലാവും. ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഇവരുടെ തന്നെ അക്കൗണ്ട് നമ്പർ ഈ എപ്പിസോഡിൽ നൽകുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന വിധത്തിൽ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, സഹായിക്കണം ഈ കുടുംബത്തെ. 2 മക്കളുള്ള കുടുംബം, ചെറിയ ഒരു പെൺകുട്ടി, അമ്മയുണ്ട് ഇവിടെ, മറ്റൊരാൾ കൂടിയുണ്ട്. ഇവരൊക്കെ ആഹാരം കഴിച്ച് കഴിയാൻ, അദ്ദേഹത്തിൻ്റെ മരുന്നുകൾ വാങ്ങി നൽകാൻ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരമാവധി സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ എഴിപ്പുറം വാർഡ് എന്ന് പറയുന്ന സ്ഥലമാണിത്. എൻ്റെ വാർഡാണ്, ഞാൻ അവിടുത്തെ വാർഡ് മെമ്പറാണ്. ഈ ഒരു കുടുംബത്തെ ഈ രീതിയിൽ കാണുന്നത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ കണ്ടിരുന്നത്. ഇതിനു മുമ്പ് ഞങ്ങളുടെ നാട്ടുകാരുടെ രീതിയിലനുസരിച്ച് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി സുമനസ്സുകളായ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ നൽകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടിക്കൊരു സഹോദരനുണ്ട്. സഹോദരന് സ്വന്തമായിട്ട് ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനെല്ലാവർക്കും അത്താണിയായിട്ടിരുന്ന ഈ സിജിയുടെ അച്ഛൻ മരിച്ചിട്ടൊന്നും 1 മാസമേ ഉള്ളൂ. ഈ 2 കുട്ടികളെയും ഈ മക്കളെയും ഭാര്യയും നോക്കേണ്ട ചുമതല പുള്ളിക്കായിരുന്നു. ഇപ്പോഴും വരെ ആ ഒരു രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നടക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.